കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കൺവെൻഷനും അന്താരാഷ്ട്ര ആഭരണ പ്രദർശനവും ജൂലൈ 3, 4, 5 തീയതികളിൽ അങ്കമാലി അറ്റ്ലറ്റ്സ് കൺവെൻഷൻ സെന്ററിൽ ഒരുങ്ങുന്നു. 5000-ലധികം സ്വർണ്ണ വ്യാപാരികൾ പങ്കെടുക്കുന്ന ഈ മഹാ കൺവെൻഷന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ വിവിധ മന്ത്രിമാരും പ്രമുഖരും പങ്കെടുക്കുന്ന വിപുലമായ സെമിനാറുകളും പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊജക്ട് ഹെഡ് ശ്രീ സത്യസായി എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ കഴിഞ്ഞ 77 വർഷമായിട്ട് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടന. ഈ സംഘടന അതിൻ്റെ 7ാമത് എഡിഷനായി ഈ തവണ ജൂലൈ 3, 4, 5 തീയതികളിൽ എറണാകുളം മഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഒരു ജുവല്ലറി എക്സിബിഷനും അസോസിയേഷൻ്റെ ഒരു കൺവെൻഷനും നടക്കുകയാണ്. ജുവല്ലറി എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജുവല്ലറി എക്സിബിഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതേക്കാളൊക്കെ ഉപരിയായി ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ, ഏറ്റവും കുറഞ്ഞ ജനമുള്ള 3.5 കോടിയിലധികം ജനങ്ങൾ വരുന്ന കേരളത്തിൽ ഇന്ത്യയിലെ 20%-ലധികം സ്വർണ്ണാഭരണങ്ങൾ വിറ്റഴിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കൺസെപ്ഷനാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ സ്വർണ്ണാഭരണങ്ങൾ വിപണനം ചെയ്യുക എന്ന, അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ധർമ്മമാണ് ഈ എക്സിബിഷൻ മൂലം നടക്കുന്നത്. ഇവിടെ B2B എക്സിബിഷനാണ്, അതായത് ബിസിനസ് ടു ബിസിനസ് എക്സിബിഷനാണ് നടക്കുന്നത്. കേരളത്തിലെ 12,000-ഓളം വരുന്ന സ്വർണ്ണ വ്യാപാരികൾ അവർക്ക് ഇപ്പോൾ ലഭ്യമല്ലാത്ത തരത്തിലുള്ള ആഭരണങ്ങളാണ് അവിടെ അവർക്ക് കാണാൻ കഴിയുന്നതും വിപണനം ചെയ്യാനായിട്ട് എത്തിച്ചേരുന്നതും. ഈ ഒരു പരിപാടി 3-ാം തീയതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ PC വിഷ്ണുനാഥ് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം ശ്രീമൻ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രി അന്നത്തെ ആദ്യത്തെ സെഷനിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം ഉച്ചയ്ക്ക് 2 മണിക്ക് ജ്വല്ലറി ബിസിനസ്സിലെ ഒരു വലിയ സെമിനാർ നടക്കുകയാണ്. ജ്വല്ലറി ബിസിനസ് ടുഡേ ആൻഡ് ഫ്യൂച്ചർ എന്ന വിഷയത്തിലാണ് ആ സെമിനാറുകൾ നടക്കുന്നത്. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ M. ലിജു ആണ്. അതിൽ ഉത്തരേന്ത്യയിലും GJC, GJPC പോലുള്ള വലിയ ദേശീയ സംഘടനകളുടെ നേതാക്കളെല്ലാം എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ വേൾഡ് കൗൺസിലിൻ്റെ റീജിയണൽ CEO ശ്രീ സച്ചിൻ ജെയിനും രാജേഷ് റോക്കഡെ പോലുള്ള ആളുകളും ഇതിനകത്ത് എത്തിച്ചേരുന്നുണ്ട്. അന്ന് വൈകിട്ട് തന്നെ ഈ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഒരു ഫാഷൻ നൈറ്റ് ഷോ സംഘടിപ്പിക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പുതിയ തരം ആഭരണങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ഫാഷൻ നൈറ്റ് ഷോ ആണ് അവിടെ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീ റോജി ജോൺ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആ ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ 4-ാം തീയതി രാവിലെ സ്വർണ്ണ വ്യാപാരികളും പോലീസ് റിക്കവറിയുമാണ് ഏറ്റവും വലിയ ഒരു സ്വർണ്ണ വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം. ആ വിഷയത്തെ അധികരിച്ച് അതുപോലെ യൂത്ത് കോൺക്ലേവ്, സ്വർണ്ണ വ്യാപാരികളുടെ ഇടയിലുള്ള പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതുമായ ഒരു കോൺക്ലേവ് ജൻസി മീറ്റുമാണ് അവിടെ നടക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറാണ്. ഇതോടൊപ്പം അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് 2:30 ഒരു ബാങ്കേഴ്സ് സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. സ്വർണ്ണ വ്യാപാരികൾക്കും ലോണുകൾ കിട്ടുക, പിന്നെ ബുള്ളിയൻ ലഭ്യമാക്കുക എന്നീ തുടങ്ങിയ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാം എന്നതിനെ പറ്റിയുള്ള വിശദമായ ഒരു ക്ലാസ്സുകളാണ് ഈ പറയുന്ന ബാങ്കേഴ്സ് സെമിനാറിൽ നടക്കാൻ പോകുന്നത്. ഈ ബാങ്കേഴ്സ് സെമിനാർ നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്യും.
ഏറ്റവും വിശേഷപ്പെട്ട ഒരു പ്രോഗ്രാം 5-ാം തീയതി രാവിലെയാണ് നടക്കുന്നത്. 5-ാം തീയതി രാവിലെ കേരളത്തിലെ 5000-ത്തിലധികം വരുന്ന സ്വർണ്ണ വ്യാപാരികൾ പങ്കെടുക്കുന്ന ഒരു വലിയ കൺവെൻഷൻ അഡ്ലക്സിന്റെ കൺവെൻഷൻ സെന്ററിൽ നടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാറാണ്. അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേരാമെന്ന് നമുക്ക് സമയം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുക. ഇങ്ങനെ ഏകദേശം 6ഓളം മന്ത്രിമാരും അതിലധികം MLA-മാരും എല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയായാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത്. നമുക്ക് സ്വർണ്ണ വ്യാപാര മേഖലയിലെ ഈ പുതിയ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഈ എക്സിബിഷനിൽ ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, സ്വർണ്ണ വ്യാപാരത്തിൽ കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് 916 ഓർണമെന്റുകളാണ്. അതിൻ്റെ അകത്തുനിന്നുള്ള മാറ്റം 18 ക്യാരറ്റിലേക്ക് മാറിയത് നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട്. പക്ഷെ പുതിയ ട്രെൻഡ് 14 ക്യാരറ്റും 9 ക്യാരറ്റും വരുന്ന 9 ക്യാരറ്റിൻ്റെ ഓർണമെന്റ്സ് അവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ് ഈ ഒരു മേളയിൽ. 9 ക്യാരറ്റിൻ്റെ ഓർണമെന്റുകൾ എന്ന് പറയുമ്പോൾ സ്വർണത്തിന്റെ 1/3 വിലയ്ക്ക് 22 ക്യാരറ്റിന്റെ 1/3 വിലയ്ക്ക് ഏകദേശം അത്രയും വില മാത്രമേ വരത്തുള്ളൂ 9 ക്യാരറ്റ് ഓർണമെന്റുകൾക്ക്. ഇത് സ്വർണത്തിന്റെ ഈ വലിയ വിലക്കയറ്റത്തിന്റെ ഇടയിൽ വലിയ ട്രെൻഡായിട്ട് മാറുകയാണ്. പുതിയ തലമുറയാണ് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും 9 ക്യാരറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കേരളത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വലിയ പദ്ധതികളാണ് ഈ ഒരു പരിപാടിയിൽ നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്നതും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത്രയും വലിയ ഒരു കൺവെൻഷനുകളും ഇത്രയും വലിയ ഒരു പരിപാടികളും 3 ദിവസങ്ങളായി അഡ്ലക്സിൽ നടക്കുകയാണ്. ഇങ്ങനെ നടക്കുന്ന പരിപാടിയിൽ ഇത് ജനങ്ങളിലേക്കും വ്യാപാരികളിലേക്കും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിന് നിങ്ങളുടെ സഹകരണമാണ് നിങ്ങൾക്ക് ആവശ്യം. ഈ ഒരു പരിപാടി വലിയ നിലയിൽ വിജയിപ്പിക്കുന്നതിന് പത്രമാധ്യമങ്ങളുടെ പങ്ക് വലിയതാണ്. അതിനാവശ്യമായ സഹകരണങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായ വിശദീകരണങ്ങൾ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ നാസർ നിങ്ങൾക്ക് നൽകും. ജൂലൈ 3, 4, 5 തീയതികളിലായിട്ടാണ് അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നത്. 75,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള സ്ഥലത്താണ് ഈ എക്സിബിഷൻ ഒരുക്കിയിട്ടുള്ളത്. 450-ലധികം ബ്രാൻഡുകളാണ് ഈ എക്സിബിഷനിൽ അവരുടെ പുതിയ ആഭരണങ്ങൾ പ്രദർശിപ്പിക്കാനായിട്ട് എത്തിച്ചേരുന്നത്. 10,000-ലധികം സ്വർണ്ണ വ്യാപാരികൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും GCC കൺട്രികളിൽ നിന്നും എത്തിച്ചേരുന്നുണ്ട്. സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും ജുവല്ലേഴ്സ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിൻ്റെ തനത് ആഭരണങ്ങളുടെ പ്രത്യേകമായ ഒരു പവിലിയൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ആഭരണങ്ങൾ, പരമ്പരാഗതമായ ഡിസൈനുകൾ, ആഭരണങ്ങൾ, ഇതൊക്കെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു പവിലിയൻ തന്നെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ കരകൗശല വിദഗ്ധരെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയ പരിപാടിക്കാണ് നമ്മൾ എക്സിബിഷനിലൂടെ നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ 3 ദിവസത്തിലെ ഈ പരിപാടി വളരെ സാംസ്കാരികപരമായി കേരളത്തിൻ്റെ തനിമ നിലനിർത്തുന്ന രീതിയിലുള്ള ആഭരണങ്ങളുടെ ഒരു പ്രത്യേകമായ പ്രദർശനം ഉണ്ടാകും. അതണിഞ്ഞുകൊണ്ടുള്ള ഫാഷൻ ഷോകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് കേരളത്തിൻ്റെ ആഭരണങ്ങൾ ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്ന ഒരു ഫാഷൻ ഷോയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് പോലീസിൻ്റെ റിക്കവറി. ആ റിക്കവറിയോടൊപ്പം തന്നെ അത് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, തൂഫാൻ. അതിൽ കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികൾ പങ്കുചേരുന്നതാണെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ 200-ലധികം യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകർ പ്രത്യേകമായി അതിൻ്റെ ഒരു വാരിയേഴ്സായിട്ട് ഇറങ്ങുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവിടെ ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിലൂടെ പ്രഖ്യാപിക്കപ്പെടും. അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്.
വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെയും ഇന്ത്യയിലെ പ്രമുഖ ആഭരണ നിർമ്മാണ വിൽപ്പന മേഖലയിലെ അസോസിയേഷനുകളുടെയും ഒക്കെ നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് കാര്യങ്ങളാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത്. 5000 സ്വർണ്ണ വ്യാപാരികളാണ് നമ്മുടെ സംസ്ഥാന കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലെ എല്ലാ റോഡുകളും അന്ന് സ്വർണ്ണ വ്യാപാര മേഖലയിലെ എല്ലാവരും അന്ന് അങ്കമാലിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു വലിയ സമ്മേളനമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 11:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യും. മുൻ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ അതിൽ പങ്കെടുക്കുന്നു, MP അതിൽ പങ്കെടുക്കുന്നു, ഒട്ടേറെ MLA-മാരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 3 ദിവസം കേരളത്തിൻ്റെ ഒരു ഗോൾഡ് സൂക്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ അങ്കമാലി. ഇതിന് എല്ലാവിധ സെക്യൂരിറ്റി സംവിധാനങ്ങളും പോലീസിൻ്റെയും മറ്റ് സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ വലിയ ബന്ദോബസ്തായിരിക്കും അതിനുണ്ടാകുക. അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങളും ഒക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ സ്വർണ്ണ വ്യാപാര മേഖലയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖരായ ഇന്ത്യയിലെ എല്ലാ ജ്വല്ലറികളുടെയും ആസ്ഥാനം, വലിയ ജ്വല്ലറികളുടെ കോർപ്പറേറ്റ് ജ്വല്ലറികളുടെ ആസ്ഥാനം കൂടിയാണ് കേരളം. അവരെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം പ്രത്യേകമായി നമ്മൾ ആദരവും അംഗീകാരവും രേഖപ്പെടുത്തുന്ന ഒരു ചടങ്ങ് കൂടി ഇതിനിടയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. Through you, we want to take this noble initiative promoting the business amongst retailers from Kerala and South, bringing the manufacturers of finest jewelry from across India to their doorstep. Today, this platform has been made in such a way that a smallest of the small jeweler can compete with the biggest size of the jewelry establishment, not with the size but with the right selection of jewelry. He need not worry, he has to travel to different parts of India to get different kinds of jewelry. Through the association, their initiative, all the manufacturers of various kinds of jewelry are looping into Kerala during this 3, 4, 5 July. We request you to take this message to every retailer. This is a B2B show. Entry is only for jewelry retailers who has a GST registered establishment. General public is not allowed into the exhibition. And this 3 days of exhibition is not only jewelry orders, selection and all, it is a some package of knowledge, enrichment of their business values, and also, apart from jewelry, the advancements in the technology of manufacturing, refinement, and maintaining the jewelry standards has been highlighted through this exhibition. And the important aspect for this edition is the lightweight jewelry that is being brought into display from various manufacturers from across India. I request all the media friends to take this message to every corner of the state and encourage all the retailers to take part of this exhibition and get benefited out of it. Thank you very much. കഴിഞ്ഞ ബജറ്റിലെ കേരള ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായ VD സതീശൻ സാറ് എറണാകുളം, തൃശ്ശൂർ ഒരു ജുവല്ലറി ഇടനാഴി, ഒരു ബുള്ളിയൻ ഇടനാഴി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ബുള്ളിയൻ ഇടനാഴി എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സെസ് മാതൃകയിലുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് ജ്വല്ലറികൾക്കായിട്ടുള്ള ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികൾ വന്ന് പുതിയ വ്യവസായം ആരംഭിക്കുന്ന ഒരു പ്രക്രിയമാണ് അത് വിഭാവനം ചെയ്യുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കേരള ധനകാര്യ മന്ത്രിക്കും അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിക്കും ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകൾ ഞങ്ങൾ നൽകിയിരുന്നു. എന്നാൽ അന്നൊന്നും അങ്ങനെ സർക്കാരുകൾ ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഇപ്പോൾ കേരള ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളിത് സംബന്ധിച്ചൊരു വിശദമായ പഠന റിപ്പോർട്ട്, എങ്ങനെയായിരിക്കണം ആ ഒരു ജ്വല്ലറി ഹബ്ബ് എന്നതിൻ്റെ പറ്റിയുള്ള വിശദമായ ഒരു ജ്വല്ലറി പഠന റിപ്പോർട്ട് ഈ സമ്മേളന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഇതിന് ചുക്കാൻ പിടിക്കാൻ കേരളത്തിലെ അസോസിയേഷൻ എന്ന നിലയിൽ, ജ്വല്ലറി അസോസിയേഷൻ എന്ന നിലയിൽ
ഞങ്ങൾ മുമ്പിലുണ്ടാവും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള പ്രൊജക്ട് റിപ്പോർട്ടാണ് ഞങ്ങൾ സർക്കാരിൻ്റെ മുമ്പിലേക്ക് നൽകുന്നത്. സർക്കാരിൻ്റെ ഈ ഒരു പ്രക്രിയയിൽ ഞങ്ങളും കൂടി ഭാഗവാക്കാവുകയാണ്. അത് നിങ്ങളെ ഒരു വയ്യമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, 9 കാരറ്റ് ഓർണമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു പ്രസിദ്ധ സിനിമാ താരം ശ്രീ നമിത പ്രമോദാണ് ആ ഒരു ജ്വല്ലറി കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. അവർ അതിനുവേണ്ടി പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട് എത്തിച്ചേരുകയാണ്. ഈ ഒരു പരിപാടിയും കൂടി ആ ഒരു വേദിയിൽ വെച്ച് നടക്കും. ഓക്കെ. നമ്മുടെ ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് എറണാകുളത്തുള്ള മിക്കവാറും എല്ലാ ഹോട്ടലുകളും ഫുള്ളി പാക്ക്ഡ് ആണ്. വിദേശത്തു നിന്നും കേരളത്തിലെ ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. ഇതൊരു ജ്വല്ലറി ടൂറിസം കൂടിയാണ്. കേരളത്തിന് വെളിയിൽ നിന്ന് 100-400 വലിയ ജ്വല്ലറികൾ വരുന്നുണ്ട്. അവർ പല ടൂറിസം ഡെസ്റ്റിനേഷനുകളിലേക്കും പോകുന്നുണ്ട്. അത് കേരളത്തിലെ ടൂറിസത്തിൻ്റെ ഒരു പ്രൊമോഷൻ കൂടിയാണെന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കും. 9 കാരറ്റ് ഓർണമെൻ്റ് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധിച്ച് പറയാനുണ്ടാകും. കാരണം അതിന് ഹെവി ടെമ്പറാണ് ആ ഓർണമെൻറ്റിനുണ്ടാകുക. അപ്പോൾ അത് പണിയുന്നതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. വിവാഹ ഓർണമെൻറ്റ്സിന് ആ ഒരു ശൈലിയിലേക്ക് കാസ്റ്റിംഗ് എന്ന് പറയാൻ എനിക്ക് അറിയുമെന്നറിയില്ല. കാസ്റ്റിങ്ങും മോൾഡിങ്ങും 2 തരത്തിലുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇപ്പോൾ വിപണിയിലെത്തിയിരിക്കുന്നത്. പിൽക്കാലത്ത് ബാക്കിയുള്ളതും വരും 18 കാരറ്റിലും ഇതുപോലെ തന്നെയായിരുന്നു വന്നിരുന്നത്. ഇപ്പം 18 കാരറ്റിലെ എല്ലാത്തരം ഓർണമെൻറ്റുകളും പണിക്കൂലി സ്വാഭാവികമായിട്ടും ഒരല്പം പണിക്കൂലി കൂടും. കാരണം അത് അത്രയും പോളിഷാക്കി എടുക്കുമ്പോൾ സ്വർണത്തിൻ്റെ നഷ്ടം, അതായത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം കൂടി വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ളൊരു പണിക്കൂലിയിൽ വ്യത്യാസം വരും. റീസെയിൽ വാല്യൂ സെയിം റേറ്റിന് എപ്പോഴും 9 കാരറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന റേറ്റ് ഇപ്പം അനൗൺസ് ചെയ്യുന്നുണ്ട്. അതേ റേറ്റിന് തന്നെ അത് തിരിച്ചെടുക്കുകയും ചെയ്യും. അല്ല, ഞങ്ങൾ 3 വർഷം മുമ്പേ സ്വയമേ ഞങ്ങളെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ അപ്ഗ്രേഡ് ചെയ്താൽ കൊടുക്കും. ഞങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു ഹബിനെ പറ്റി ഞങ്ങൾ ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം ബോംബെയിലാണ് ഇതുപോലൊരു ഹബ്ബ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജ്വല്ലറി വ്യവസായം ഒരുപാട് ഉയരത്തിലേക്ക് പോയപ്പോൾ അങ്ങനെ ഒരു ഹബ്ബ് കേരളത്തിൽ വേണം എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള ഒരു പഠനം നടത്തി ഗവൺമെൻറ്റിന് അന്നത്തെ മിനിസ്റ്റർക്ക് അന്ന് കൊടുത്തിരുന്നു. അതിപ്പോൾ പുതിയ ഗവൺമെൻറ്റിന് ഞങ്ങൾ കൊടുക്കുകയാണ്. അത് ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോൾ ആധുനികവൽക്കരണത്തിൻ്റെ മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉണ്ട്, 100%. ഞങ്ങൾ അതുമാത്രമല്ല, അതിലെ ആ ഹബ്ബ് എന്ന് പറയുമ്പോൾ അതിലെ താമസം, വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, യാത്ര, വരുന്നവർക്കുള്ള താമസം, വിൽപ്പന, ബുള്ളിയനെ കൺവേർട്ട് ചെയ്യുന്നത്, പ്യൂരിഫൈ ചെയ്യുന്നത്, ഹാൾമാർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഈ ജ്വല്ലറി ബിസിനസ്സുമായിട്ട് വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് മുഴുവൻ ഈ ഹബ്ബിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന തരത്തിലാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 10 ഏക്കർ ഭൂമി തന്നെയെങ്കിലും അതിന് ആവശ്യമായി വരും. ഈ സ്വർണ്ണവില കുറയുന്നു എന്നുള്ള കാരണം ഏപ്രിൽ ഈ ജൂൺ മാസങ്ങളിലൊക്കെ വ്യാപകമായി സ്വർണം വിൽക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്നുണ്ടോ? വില കുറയുന്നു എന്നുള്ളത് അങ്ങനെ ഒരു ധാരണ പൊതുവേ ഇല്ല. കാരണം സ്വർണം ഒരല്പം കുറഞ്ഞു നിൽക്കുന്നുണ്ട്. രാജ്യാന്തര വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ ഇൻ്റർനാഷണലായിട്ട് വരുന്നിരിക്കുന്ന ആ ഒരു വ്യതിയാനം മാത്രമേ നമ്മളെ കേരളത്തിലും വരുന്നുള്ളൂ. അത് ചിലർ ഗസ് ചെയ്യുന്നുണ്ട് വില കുറയും, ചിലർ ഗസ് ചെയ്യുന്നുണ്ട് $6,000 ചിലർ അടുത്ത വർഷത്തേക്ക് അത് ഗസ് ചെയ്യുന്നത്. അതേസമയത്ത് $3,800 കുറയും. പക്ഷെ 3,800 ഇപ്പം 4,100 നിൽക്കുമ്പോൾ 3,800 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കുറവാണ്. പക്ഷെ 6,000 എന്ന് പറയുന്നത് ഒരുപാട് ഉയരത്തിലേക്കാണ് അതിൻ്റെ വളർച്ച പറയുന്നത്. അത് ഈ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പഠനം നടത്തിയിട്ടും ഒക്കെയാണ് അത് പറയുന്നത്. റിക്കവറി സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സജഷൻ എന്താണ് പറയുന്നത്? അതാണ് നിങ്ങൾ വലിയൊരു ആശങ്കയായിട്ട് പറയുന്നത് മുന്നോട്ട്. ഗോൾഡ് റിക്കവറി പോലീസിന്റെ ഭാഗത്തു നിന്ന് അതെന്താണ് നിങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്ന സജഷൻ? 2-3 വിഷയങ്ങളാണ്. ഒന്ന്, പലപ്പോഴും ഞങ്ങൾ എടുക്കാത്ത സ്വർണം കള്ളനെ ഏതെങ്കിലും ഒരു കട ചൂണ്ടിക്കാണിച്ചാൽ അത് കൊടുക്കപ്പെടുന്നത് ആണ്. കള്ളൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്തിന്റെ മുകളിൽ റിക്കവറി നടക്കുന്ന. അങ്ങനെ കള്ളൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പം പോലീസിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് IPC ആക്ടിൽ എന്തായാലും തൊണ്ടി മുതൽ എന്ന് പറയുന്ന ഒരു വസ്തു അവർക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അത് എവിടെന്നെങ്കിലും അവർ കണ്ടെത്തണം. അപ്പോൾ കള്ളൻ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ ബലിയാടാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളത് പറയുന്നത് ആ ചൂണ്ടിക്കാണിക്കുന്നത് ജെന്യുവിനിറ്റി പരിശോധിക്കണം.
എത്രമാത്രം അത് സത്യമാണ് എന്നുള്ളത് പോലീസ് ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ച് അവർക്ക് CCTV ഉണ്ടാവും, ഫോണിൻ്റെ ഫുട്ടേജ് പരിശോധിക്കാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കള്ളൻ ആ സമയത്ത് ഈ കടയുമായിട്ട് എന്തുള്ള ബന്ധം, ഇവിടെ കൊടുക്കാനുണ്ടായ കാരണങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ട് ഞങ്ങളാണെങ്കിൽ KYC ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവരോടത്തുള്ള വെച്ചിട്ടായിരിക്കും അത് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ, ജെന്യുവനായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ. ഇനി അങ്ങനെയാണെങ്കിൽ അതോടൊപ്പം ഞങ്ങൾ പറയുന്നത്, ഒരു കള്ളൻ സ്വർണം മോഷ്ടിച്ചു അവൻ വിറ്റു എന്ന് പറയുമ്പോൾ ആ ഫണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്തുണ്ടാവില്ല. ആദ്യമേ പോലീസ് ഈ ഫണ്ട് ഇവൻ എന്ത് ചെയ്തു എന്നതിനെ പറ്റി ഒരു ആലോചന നടത്തി. മിക്കവാറും കള്ളന്മാരുടെ കയ്യിൽ നിന്ന് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ കാശ് പിടിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ജെന്യുവനായിട്ട് പർച്ചേസ് ചെയ്തതാണെങ്കിൽ ഞങ്ങൾക്കത് വീണ്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഈ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു കടയിൽ നിന്നും 10 ഗ്രാം സ്വർണം ഒരു കള്ളന്റെ പേരിൽ മോഷണം നടന്നു പറഞ്ഞാൽ പോലീസ് 100 ഗ്രാമും 1 കിലോയുമാണ് പല കടകളിൽ നിന്നായി റിക്കവർ ചെയ്യുന്നത്. അത് ഒരിക്കലും തിരിച്ചു കിട്ടുന്നത്, എവിടെ തിരിച്ചു കിട്ടുന്നു? ആര് പോയി വാങ്ങിക്കുന്നു? കേസ് എവിടെയെന്ന് നോക്കും. ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് 100 ഗ്രാം റിക്കവർ ചെയ്താൽ 10 ഗ്രാം പോലും പോലീസ് കോടതിയിൽ ഹാജരാക്കത്തില്ല. ഇതൊക്കെ ഓപ്പണായി ഞങ്ങൾ DGP അടുത്തും മിനിസ്റ്റർ അടുത്തും ഒക്കെ പറയുന്ന കാര്യമാണ്. നമുക്ക് യാതൊരു തരത്തിലുള്ള ഭയപ്പാട് വരത്തില്ല. പോലീസിന്റെ ഒരു നിലപാട് അതാണ്. ഇത് വളരെ ഈ കേരളത്തിൽ ഇവിടെ 10-200 ടൺ സ്വർണം ഒരു വർഷം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പങ്ക് റിക്കവറി ഇനത്തിൽ പോലീസ് റിക്കവർ ചെയ്യുന്നുണ്ട്. അതായിരിക്കും ചിലപ്പോൾ കൊടുക്കും, ചിലപ്പം കൊടുത്തില്ല. അത് തന്നെയല്ല ഞങ്ങളുടെ കടയിൽ നിന്ന് പിടിച്ചോണ്ട് ഒരാളിനെ, കടയിൽ നിൽക്കുന്ന സ്റ്റാഫിനെ, മോലാളിയെ, ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിനെ പിടിച്ചോണ്ട് പോലീസ് അങ്ങ് പോവുകയാണ്. പോയി അവിടെ കൊണ്ടുവച്ച് ബന്ദിയാക്കിയാണ് നമ്മൾ ഇന്ന് റിക്കവറി നടത്തുന്നത്. അല്ലാതെ ഒരു മാനുഷിക പരിഗണന അതിനകത്തില്ല. നമ്മുടെ കടയിൽ നിന്നൊക്കെ വളരെ ജെന്യൂനായി ബിസിനസ് ചെയ്യുന്നവരാണ്. ഒരു കാര്യം കൂടെ ആലോചിക്കണം, ഈ ഹാബിച്വൽ ഒഫൻഡേഴ്സായ ഈ കള്ളന്മാർ ഒരിക്കലും കൊടുത്ത കട പറയത്തില്ല. അവൻ പറയുന്ന ചില ഒരു അടയാളങ്ങളുണ്ട്. തൊടലിട്ട കട, കറുത്ത പെയിന്റ് അടിച്ച കട, ഇല്ലെങ്കിൽ ഇന്ന ബോർഡുള്ള കട, ഇതേ പറയത്തുള്ളൂ. ആ കടയുടെ പേര് ഒരിക്കലും അവൻ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. നമുക്ക് FIRന്റെ കോപ്പി തരത്തില്ല. ഒരു കച്ചവടക്കാരന് FIRന്റെ കോപ്പി പോലീസ് കൊടുക്കാറില്ല. കാര്യം മതിയായ എന്തെങ്കിലും ഒരു എവിഡൻസ് കടക്കാരുടെ ഇവിടെ നിങ്ങളുടെ കടയിൽ നിന്ന് മോഷണം പോയെന്നുള്ള ഒരു സംവിധാനം വേണ്ടേ? ഇതൊന്നുമില്ല. ഒരു പോലീസ് കസ്റ്റഡിയിൽ പോലീസ് വന്ന് കള്ളൻ്റെ കൂടെ എടുത്ത പോലീസ് ജീപ്പിൽ കാണും. കടയിൽ നിൽക്കുന്ന ഒരുത്തനെ പിടിച്ചോണ്ട് പോവുക. അവിടെ പോയിട്ട് ഫോൺ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ പോകണം. പോകുമ്പോഴാണ് ഇന്ന പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എന്നുള്ള വിവരം അറിയും. കേട്ടോ, അതിൻ്റെ പോലീസുമായിട്ടുള്ള നെഗോഷിയേഷനാണ് ഇത്ര ഗ്രാം കൊടുക്കുന്നു നമ്മൾ. ഇത് എന്താണ് സംഭവം നടക്കുന്നത്? വളരെ പ്രശ്നമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ റിക്കവറി എടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ പോലീസ് അറിയുന്ന പോലും ഇല്ല. എല്ലാവരെയും പാവം അറിയാത്തവർ കല്ലറിയട്ടെ എന്ന് പറയുന്നതിലോട്ട് ഇത് വരുന്ന റിക്കവറി എടുക്കാത്തവരാരും ഇല്ല. ഓരോരുത്തരുടെ ഗ്രാവിറ്റി അനുസരിച്ച് ആളുകളിൽ നിന്ന് റിക്കവറി നടക്കുന്നുണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുകിടക്കാരനെ ഈ അടുത്ത സമയത്ത് കോട്ടയത്ത് ഒരു ജ്വല്ലറിക്കാരനെ റിക്കവറിയുടെ പേരിൽ ആലപ്പുഴയിൽ നിന്ന്, കോട്ടയത്ത് നിന്ന് വന്ന പോലീസാണ്, ആലപ്പുഴ വന്ന് ബോംബെയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി കസ്റ്റഡി വെച്ചിട്ട് സൈനിക വലിയ വാർത്തകളായിട്ട് മാധ്യമങ്ങളിലെല്ലാം വന്നതാണ്. ഞങ്ങളും സമരം നടത്തിയാണ്. പോലീസ് കസ്റ്റഡി വെച്ചാണ് മരണം നടക്കുന്നത്. കൂടുതൽ ഇത് ഈ മേഖലയിൽ എന്ന് പറയുന്നത് സ്വർണ്ണമാണിത്. ഒരു ഗ്രാം സ്വർണത്തിന് 15,000 രൂപ വിലയാണ്. ഇത് വെറുതെ കിട്ടുന്ന സാധനമല്ല. ഒരാളുടെ നിന്ന് 10 ഗ്രാം സ്വർണം റിക്കവറി നടത്തിയാൽ വെച്ചാൽ അവൻ്റെ ജീവിതം പോവുകയാണ് അവിടെ. 10 ഗ്രാം സ്വർണം തിരിച്ച് അവൻ ലാഭത്തിൽ കച്ചവടം ചെയ്ത് സാധനം വാങ്ങിച്ചു വെക്കണമെങ്കിൽ എന്താണ് അവസ്ഥ? ഒരു മേഖല തന്നെ തകർന്നു പോകും ഇങ്ങനെ രീതിയിലുള്ള റിക്കവറി നടത്തി. നമ്മൾ വളരെ ഗൗരവമായിട്ട് പോലീസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി നേരത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 2 സർക്കുലർ ഞങ്ങൾ പോയി പറഞ്ഞ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സർക്കുലറൊന്നും ഈ പോലീസ് ഒന്നും പുല്ല് വില കൽപ്പിച്ചാണ് റിക്കവറി നടത്തുന്നത്.